10ാം വർഷത്തിന് ശേഷം തോൽവി ഭയന്ന സർക്കാർ ചെയ്തു കൂട്ടുന്നതെല്ലാം തിരിച്ചടികളാവുകയാണ്. കഴിഞ്ഞ ഭരണകാലത്ത് എടുത്തു കാണിക്കാൻ നല്ലൊരു ആരോഗ്യ വകുപ്പെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ അതും താറുമാറായി കിടക്കുകയാണ്. നിരന്തരമുള്ള ആരോഗ്യ മേഖലയിലെ കെടുകാര്യസ്ഥതയും വാർത്തകളിൽ ഇടം പിടിക്കുകയാണ്. മെഡിക്കൽ കോളേജ് ഭിത്തികൾ തകർന്നു വീണതും ചികിത്സാ പിഴവുകളും സ്ഥിരം കഥകളായി മാറുമ്പോൾ ആരോഗ്യമന്ത്രി വീണ ഒരു സമ്പൂർണ്ണ പരാജയമായി മാറുകയാണ്. നമുക്കറിയാം, ദിനം പ്രതി ഒരുപാട് പുതിയ അസുഖങ്ങളാണ് കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, അത് ബാധിച്ച് മരിക്കുന്നവരുടെ എണ്ണവും കൂടുകയാണ്. മികച്ച ആരോഗ്യ സംവിധാനം ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവരുടെ പകുതി പേരുടെയെങ്കിലും ജീവനും ജീവിതവും നമുക്ക് രക്ഷിക്കാമായിരുന്നു. അതാണ് ഈ ആരോഗ്യ മേഖല താറുമാറായി എന്ന് നിരന്തരം പ്രതിപക്ഷം പറയുന്നത് ഏറെ ശ്രദ്ധ നേടുന്നത്. അവിടെ മുൻപ് എന്നും പ്രതിപക്ഷ നേതാവ് ശക്തമായ ആരോഗ്യ മേഖലയെ വിമർശിക്കുന്നുണ്ട്. ലോകത്തുള്ള എല്ലാ അസുഖവും കേരളത്തിലുണ്ട്. എന്നാൽ അതിനെ നിയന്ത്രിക്കാൻ ആരോഗ്യവകുപ്പ് ഒന്നും തന്നെ ചെയ്യുന്നില്ല. അമീബിക് മസ്തിഷ്ക ജ്വരത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് സർക്കാരിന് ഒരു പിടിയുമില്ല. എത്ര പേര് മരിച്ചെന്നോ രോഗകാരണം എന്താണെന്നോ സർക്കാരിന് അറിയില്ല. എന്തിനാണ് ഇങ്ങനെയൊരു ആരോഗ്യ വകുപ്പ്? അമീബിക് മസ്തിഷ്ക ജ്വരം സംബന്ധിച്ച് കേന്ദ്രത്തിന്റെ സഹായത്തോടെ ഗൗരവപരമായ അന്വേഷണം നടത്തണമെന്നും സതീശൻ ആവശ്യപ്പെടുകയാണ്. സത്യത്തിൽ കേരളത്തിലെ ആരോഗ്യ വകുപ്പിന്റെ കയ്യിൽ പഴയതിനെ പ്രതിരോധിക്കാനുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പുതിയതായി എന്തെങ്കിലും കടന്നു വന്നാൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കണമെന്ന് അവർക്ക് അറിയില്ല. ഈ വികസനമൊക്കെ റോഡിലും പേപ്പറിലും മാത്രം മതിയോ? ആരോഗ്യ മേഖലയിലും മെച്ചപ്പെടണമെന്ന ചിന്ത സർക്കാരിനില്ല. ഈ വിഷയത്തിൽ ആരോഗ്യമന്ത്രി വീണയ്ക്കെതിരെ ആക്രമണം അഴിച്ചുവിടുകയാണ് സതീശൻ. ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം. പോലീസ് അതിക്രമങ്ങളെ കുറിച്ചുള്ള വാർത്തകളുടെ പ്രവാഹമാണ്. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ തുടങ്ങിയ ആക്രമണം തുടങ്ങി ബാക്കി കേരളത്തിലെ എല്ലാ ജില്ലകളിലും റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. ഏറ്റവും അവസാനം വന്നത് അടൂരിൽ ഒരു DYFI നേതാവിനെ പോലീസ് പാർട്ടി നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി തച്ചു കൊന്നെന്നാണ്. പോലീസ് സ്റ്റേഷനിലിട്ട് ക്രൂരമായി മർദ്ദിച്ച് അയാൾ മരണകാരണമായ മർദ്ദനം അയാൾക്കുണ്ടായി എന്നാണ് അയാളുടെ കുടുംബം പരാതി പറഞ്ഞിരിക്കുന്നത്. അയാളുടെ കൂട്ടത്തിൽ നിന്ന് വന്ന ഒരു സ്ത്രീയെ പോലും ചവിട്ടിയെന്നാണ്, ക്രൂരമായി ചവിട്ടിയെന്നാണ് അയാളുടെ കൂടെ വന്ന്. DYFI നേതാവിന് കേരളത്തിലെ പോലീസ് സ്റ്റേഷനിലിട്ട് തല്ലിക്കൊല്ലുന്ന പോലീസാണ് കേരളത്തിലെ. അല്ലെങ്കിൽ എനിക്ക് പിണറായി വിജയനോട് പറയാനുള്ളത്, നിങ്ങൾ ആ സ്ഥാനത്ത് ദയവ് ചെയ്ത് തുടരരുതെന്നാണ്. നിങ്ങൾ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. കേരളത്തിൽ മുഴുവൻ നിരപരാധികളായ മനുഷ്യരെ പോലീസ് സ്റ്റേഷനിലിട്ട് ക്രൂരമായി മർദ്ദിച്ചു കൊല്ലുന്ന ഇത് സ്റ്റാലിൻ്റെ കാലത്തെ ഗുലാഗുകളാക്കി ഈ പോലീസ് സ്റ്റേഷനുകളെ മാറ്റി. സ്റ്റാലിൻ്റെ കാലത്ത് ഗുലാഗുകളുണ്ടായിരുന്നു. രാഷ്ട്രീയ എതിരാളികളെയും സാംസ്കാരിക പ്രവർത്തകരെയും എഴുത്തുകാരെയും എല്ലാം ക്രൂരമായി പീഡിപ്പിച്ചു കൊല്ലുന്ന ഗുലാഗുകൾ ഉണ്ടായിരുന്നു. ആ ഗുലാഗുകൾക്ക്, സ്റ്റാലിൻ്റെ കാലത്തെ ഗുലാഗുകൾക്ക് സമാനമായി കേരളത്തിലെ പോലീസ് സ്റ്റേഷൻ മാറിയിരിക്കുകയാണ്. ഈ അഭിനവ കേരള സ്റ്റാലിൻ കേരളം ഭരിക്കുന്ന കാലത്ത് ഒരു DYFI പ്രവർത്തകന് വരെ ഇതാണ്. നേതാക്കന്മാർ അയാൾ എന്തോ രഹസ്യം പാർട്ടിക്കാരെ കുറിച്ച് അവർ നടത്തിയ തട്ടിപ്പിനെ കുറിച്ചുള്ള രഹസ്യം പുറത്തു വരും എന്ന് മനസ്സിലായപ്പോൾ അയാളെ ഒരു കള്ളക്കേസിൽ കുടുക്കി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി SHO ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിച്ച് അയാൾ മരണകാരണമായി എന്ന് കുടുംബം അവർ പരാതി കൊടുത്തിട്ട് പോലും ആ പരാതി പോലും പാർട്ടിക്കാർ കൊടുത്തില്ല. പത്തനംതിട്ട ജില്ലയിലൊക്കെ ക്രിമിനലുകളാണ് പോലീസ് സ്റ്റേഷനുകൾ ഭരിക്കുന്നത്. ഇതിനു മുമ്പ് ഞങ്ങൾ ആരോപണം ഉന്നയിച്ചിട്ടുള്ളതാണ്. ഇതിനൊന്നും ഒരു നടപടി എടുക്കാതെ ഇത്രയും ദിവസമായിട്ട് മൗനത്തിൻ്റെ വാൽമീകത്തിൽ ഒളിച്ചിരിക്കുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. എന്നിട്ട് വേറെ ആളിലാണ് മറുപടി പറയണത്. മറുപടി നിങ്ങളാണ് പോലീസ് വകുപ്പ്, ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നതെങ്കിൽ നിങ്ങൾ മറുപടി പറയണം. പിണറായി വിജയൻ മറുപടി പറയണം. നിങ്ങൾ സ്റ്റാലിൻ ചമയണ്ട കേരളത്തിൽ. ഇത് സ്റ്റാലിൻ്റെ റഷ്യയല്ല, ഇത് ജനാധിപത്യ കേരളമാണ്. നിങ്ങൾ സ്റ്റാലിൻ ചമയണ്ട എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. രണ്ടാമത്തെ കാര്യം, ഈ ഗവൺമെൻറ് ഞങ്ങൾ ഇതിനു മുമ്പ് നിയമസഭയിൽ കൊണ്ടുവന്നതാണ്. ലോകത്തുള്ള എല്ലാ അസുഖവും കേരളത്തിലുണ്ട്. അതിനെ നിയന്ത്രിക്കാൻ ആരോഗ്യവകുപ്പ് ഒന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരം എന്താണ് ചെയ്യേണ്ടതെന്ന് സർക്കാർ യാതൊരു പിടിയില്ല. എത്ര പേര് മരിച്ചെന്ന് സർക്കാരിന് അറിയില്ല. എന്താണ് രോഗകാരണങ്ങളെന്ന് അറിയില്ല. ഈ രോഗം എങ്ങനെയാണ് പിടിപെടുന്നതെന്ന് അറിയില്ല. ഇത് ജലജന്യ രോഗമാണോ? ഇത് ചെളി കെട്ടിക്കിടക്കുന്ന സ്ഥലത്ത് ആളുകൾ മുങ്ങിക്കുളിക്കുന്നത് മൂലം ഉണ്ടാകുന്ന അപകടമാണോ? എന്താണ് എന്ന് പറഞ്ഞ് ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ 6 പേര് ഈ മാസം മരിച്ചു. ഇപ്പോൾ 16 പേര് മരിച്ചു അമീബിക് മസ്തിഷ്ക ജ്വരം കൊണ്ട്. എന്താണ് രോഗകാരണം? എന്താണ് രോഗലക്ഷണം? രോഗം വരാനുള്ള സാധ്യത എന്താണ്? എന്തിനാണ് ആരോഗ്യവകുപ്പ്? വെറുതെ അല്ലല്ലേ ഞങ്ങൾ പറഞ്ഞത് ആരോഗ്യവകുപ്പ് വെന്റിലേറ്ററിലാണ്. ഒന്നും പറയാനില്ല. ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം നടത്തണ്ടേ? ഇത്രയും ആളുകൾ മരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇൻസെക്യൂരിറ്റി എന്താണ്? അരക്ഷിതബോധം എന്താണ്? ആളുകളുടെ മനസ്സിൽ പേടിയല്ലേ? കുഞ്ഞുങ്ങൾക്കൊക്കെ വരുവാണ്, പേടിയാണ് ആളുകൾക്ക്. അപ്പോൾ അവരോട് ഇതാണ് അസുഖം, ഈ അസുഖം സൂക്ഷിക്കണം, ഇന്ന് മുൻകരുതലുകൾ എടുക്കണം,
ശ്രദ്ധിക്കണം എന്ന് ജനങ്ങളോട് പറയണ്ടേ? ഒരു ബോധവൽക്കരണം നടത്താൻ പോലും ഇല്ലാത്ത ഒരു ആരോഗ്യ വകുപ്പ് എന്തിനാണ് കേരളത്തിൽ? ഈ ഗവൺമെന്റ് എവിടേക്കാണ് പോകുന്നത്? എന്താണ് ഇവർ ചെയ്യുന്നത്? ഈ ഗൗരവതരമായ അമീബിക് മസ്തിഷ്ക ജ്വരത്തിൻ്റെ കാര്യത്തിൽ സർക്കാർ ഇടപെട്ട് ജനങ്ങളുടെ സംശയങ്ങൾ കരുതി വരുത്തി, ഇല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്നോ വേറെ എവിടെ നിന്നെങ്കിലോ ഗൗരവതരമായിട്ടുള്ള അന്വേഷണം നടത്തി കേന്ദ്രത്തിൻ്റെ കൂടി സഹായത്തോടു കൂടി എന്താണ് ഈ ജ്വരം വരാനുള്ള കാര്യം എന്ന് അന്വേഷിച്ച് അതിനു വേണ്ട ബോധവൽക്കരണ പരിപാടികൾ നടത്തി പ്രതിരോധ നടപടികൾ സ്വീകരിച്ച് ഇതിൽ നിന്ന് ആളുകളെ രക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. ഗവൺമെൻറ് അല്ലേ അത് ചെയ്യേണ്ടത്? വേറെ ആർക്കെങ്കിലും പ്രൈവറ്റ് ആളുകൾക്ക് ഇത് ചെയ്യാൻ പറ്റുമോ? ഗവൺമെൻറ് അത് ചെയ്യണം. ഗവൺമെൻറ് ജോലിയാണ്, അത് ചെയ്യുന്നില്ല.